ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായത്തിന്റെ 20 വാക്യം. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്തിരുനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും. ഇവിടെ ഹിസ്കിയാവെന്ന് പറയുന്ന ഒരു രാജാവിന്റെ ചരിത്രമാണ് ഈ യെശയ്യാ പ്രവചനം 38 അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ആ രാജാവിനെ മരിക്കത്തക്ക ഒരു രോഗം പിടിച്ചു. പ്രവാചകൻ അവന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീ മരിക്കാൻ പോകുകയാ, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കും. ആ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ചെയ്തതെല്ലാം കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ എഴുതിയിട്ടിരിക്കുക, 1, 2, 3 എന്ന്. അവനാ അതിലേക്ക് നോക്കിക്കൊണ്ട് ഒരു കരച്ചിൽ ദൈവത്തോട് കരയുക. കർത്താവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും തിരുമുമ്പിൽ നടന്നത് ഓർക്കണേ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ പ്രവാചകന് ദൈവം ദൂത് കൊടുത്തു, നീ തിരിച്ചു ചെന്ന് നീ പറയണം, നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടിയിരിക്കും. തനിക്ക് വിടുതൽ കിട്ടിയ ശേഷം, സ്തോത്രം, താൻ എഴുതിയ വാക്യമാണ് 38 അധ്യായത്തിന്റെ 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്തെ ഒരു പദമാണ് താൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരാളാണ് ഇന്ന് ഈ വചനം കേൾക്കുന്നതെങ്കിൽ നിങ്ങളോടുള്ള ദൈവത്തിന്റെ സന്ദേശമാ, നിങ്ങളെ രക്ഷിപ്പാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ, സ്തോത്രം, തന്തിരുനാദത്തോടെ അവന്റെ ഗീതങ്ങൾ പാടും. അപ്പൊ ഓരോ ദൈവമക്കളും തിരിച്ചറിയണം, നീ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ കടന്നു പോവുകയാണോ? നീ വലിയൊരു രോഗത്തിന്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണോ? നീ ഒരു വലിയ കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണോ? ഇന്ന് ഈ വചനം എന്നോട് ചേർന്ന് പറയണം, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. ആരോടൊക്കെയുള്ള പ്രവചന ശബ്ദമാണ്, ദൈവം നിന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, അപമാനിച്ചവരുടെ മുമ്പിൽ, അപവാദം പറഞ്ഞവരുടെ മുമ്പിൽ നിന്നെ രക്ഷിപ്പാൻ എൻ്റെ കർത്താവ് ഒരുങ്ങിയിരിക്കുന്നു. നമുക്ക് വിശ്വസിക്കാം, അങ്ങനെ പറയാം, അങ്ങനെ പ്രാർത്ഥിക്കാം. നിശ്ചയമായും ദൈവം നിന്നെ രക്ഷിക്കും. നിന്റെ ആയുസ്സ് കൊണ്ടുള്ള വെല്ലുവിളികൾ അവസാനിക്കും. നിന്റെ കുഞ്ഞിന്റെ ഭാവി ധന്യമായി മാറും. നമുക്കൊന്നിച്ച് പറയാം, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ രാജാവ് ദൈവത്തോട് പറഞ്ഞതുപോലെ അങ്ങേനെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നെന്ന് ആ പ്രാർത്ഥന മനുഷ്യന്റെ ഉള്ളിൽ വെളിപ്പെട്ടതുപോലെ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നീ തിരിച്ചറിഞ്ഞോ, ദൈവം നിന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.